അധ്യാപകർ വിദ്യാർത്ഥികളെ ഭയന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യം സംജാതമാകുന്നത് എന്തുകൊണ്ട്? ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് ശിഖര ന്യൂസ് ഇന്ന് തേടിയത്. തിരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ കാണാം. ഒരു വളരെ ചുരുങ്ങിയ പേഴ്സൻ്റ് അധ്യാപകരിൽ എല്ലാ വിഭാഗത്തിലും എന്ന പോലെ തന്നെ അധ്യാപകരും പ്രശ്നക്കാരുണ്ടായിരിക്കാം. അത് കരുതി ഈ ഒരു ശിക്ഷണ രീതിയെ മൊത്തം മാറ്റിമറിച്ചുള്ള സമ്പ്രദായം കുട്ടികൾക്ക് അനുകൂലമായ, എന്നാൽ അവർക്ക് അനുകൂലമാണെന്ന് പറയാൻ പറ്റുന്നില്ല, അവരുടെ അവകാശങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുള്ളൊരു നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇത് പലപ്പോഴും നമുക്ക് വിപരീത ഫലമാണ് ചെയ്യുന്നത്. അധ്യാപകർക്ക് അവരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നുകൊണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചെല്ലാം ശിക്ഷണ നടപടികൾ അനിവാര്യമാണ്. ഇപ്പോൾ നിലവിലൊരു പ്രിൻസിപ്പൾക്ക് ഒരു കുട്ടിയെ 7 ദിവസം സസ്പെൻഷൻ ചെയ്യാൻ മാത്രമേ നിലവിൽ നിയമത്തിൽ കഴിയുള്ളൂ. അത് വേണമെങ്കിൽ നീട്ടിക്കൊണ്ടുപോകാന്നല്ലാതെ അതിനപ്പുറത്തേക്കിട്ട് പോകണമെന്നുണ്ടെങ്കിലും വളരെയധികം നിയമക്കുരുക്കളും നിലവാരങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പലരും ഇതിന് താല്പര്യപ്പെടുന്നില്ല. ഒരു കുട്ടി വേണ്ടാധീനം എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നത്തിൽ ഏർപ്പെടുമ്പോൾ അധ്യാപകൻ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ചിന്തിക്കുക, അവൻ എന്തെങ്കിലും ചെയ്ത് പോയിക്കോട്ടെ, നമുക്ക് അതിന് ഇടപെട്ട് എന്തിനാ പരിപാടി പിടിക്കുന്നതിന് ചിന്ത വരുന്നത്. അപ്പോൾ ഈ അവസ്ഥ മാറ്റാൻ നിയമത്തിൽ അടിയന്തരമായിട്ട് മാറ്റം വരുത്തൽ വേണം. വിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ അവർ നാളത്തെ പൗരന്മാരാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഹൈക്കോടതിയുടെ ആ ഉത്തരവിനെ അവർ വേറെ രൂപത്തിലാണ് കാണുന്നത്. ഞങ്ങൾക്ക് രക്ഷാകവചമാണ് ഒരുക്കിയിട്ടുള്ളത്. തെറ്റ് എൻ്റെ പക്കലാണ് എന്നുള്ളത് വിദ്യാർത്ഥികൾക്ക് അറിയാമെങ്കിൽ തന്നെയും ഞാൻ അധ്യാപകനെ, ചോദ്യം ചെയ്യുന്ന അധ്യാപകനെ, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത എന്നെ ശിക്ഷിക്കുന്ന അല്ലെങ്കിൽ എന്നെ ഉപദേശിക്കുന്ന അധ്യാപകനെ ദേഹോപദ്രവം ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഇന്നലെ ഇപ്പോൾ ആ കുട്ടി പറഞ്ഞത് കൊല്ലുമെന്നാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ സമൂഹത്തിന് നന്നല്ല. കാരണം ഈ സമൂഹത്തിൽ ഒരുപാട് അനീതികൾ വിളയാടാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഉത്തരവുകളൊക്കെ ആര് തന്നെ ഇറക്കുമ്പോഴും അത് സമൂഹത്തിന് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് പരിശോധിച്ചതിന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന വിനീതമായൊരു അഭിപ്രായമാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് എത്രയോ കുട്ടികൾ വഴി തെറ്റിയുള്ള ജീവിതമാണ് നയിച്ചു പോരുന്നത്. കാരണം മയക്കുമരുന്നിനും പിന്നെ മറ്റുള്ള മദ്യത്തിനും ഒക്കെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ അടിമകളാണ്. കാരണം മാതാപിതാക്കളൊന്ന് ഉപദേശിക്കുക നിർദ്ദേശിക്കുക ചെയ്താൽ അവർക്ക് പറയാനുള്ളത് നിയമം ഞങ്ങളെ കൂടെ ഉണ്ട്. അധ്യാപകർ എന്തെങ്കിലും ഒന്ന് ശാസിക്കാൻ നിന്നാൽ അവരോടും പറയാനുള്ളത് ഞങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല എന്നുള്ളതാണ്. ഈ കാരണത്താൽ ഇന്ന് വളർന്നു വരുന്ന പിഞ്ചു കുട്ടികൾ ഒട്ടനേകം ഇന്ന് നമ്മുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കൊക്കെ അന്യോന്യപ്പെട്ടു വരികയാണ്. ഇത് ഒന്ന് മാറ്റം വരുത്തി നമ്മുടെ കുട്ടികളും നമ്മുടെ സമൂഹവും നന്നായി വരാൻ ഒരു ഇളവ് ഈ നിയമത്തിലൊക്കെ വരേണ്ടത് ഇന്ന് ആവശ്യമായിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഞാൻ